കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ച ഷമീർ കൊല്ലം സ്വദേശിയാണ്. 5 വർഷമായി ഗൾഫിൽ ജോലി ചെയ്യുന്ന ഷമീർ 9 മാസം മുൻപാണ് നാട്ടിൽ വന്നത്. കമ്പനിയിലാണോ? കമ്പനിയിൽ നിന്ന് നമ്മൾ നേരിട്ട് വിളിച്ചു വിവരം അറിയിച്ചതോ അതോ ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാനായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ലിജോ, ഈ ഷമീർ കൊല്ലം സ്വദേശിയാണ് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുമോ? അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അമൃത, കുടുംബം ആകെ ദുഃഖത്തിലായിരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് വയ്യാങ്കരയിൽ ഷമീറിന്റെ കുടുംബം താമസിക്കുന്ന വീടിനടുത്തായിട്ടാണുള്ളത്. ആ വിവരം ഉച്ചയോടുകൂടെയാണ് അവരെ, അതായത് കമ്പനിയിൽ നിന്നും വിളിച്ചാണ് വീട്ടിൽ അറിയിക്കുന്നത്. പിതാവിനെയാണ് വിവരം അറിയിച്ചതെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. അപ്പോൾ അതിനുശേഷം വിവരങ്ങളൊക്കെ തന്നെ ബന്ധുക്കളൊക്കെ കൈമാറി വരികയായിരുന്നു. ഇവർ ഇവിടേക്ക് താമസം മാറിയിട്ട് കുറേ വർഷങ്ങളാകുന്നു. അവസാനമായി ഷമീർ നാട്ടിലേക്ക് വന്നത് 9 മാസം മുൻപായിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. മാതാവും പിതാവും ഒക്കെ ആയിട്ടാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇവിടെ നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ ഇവിടെ നിരവധിയായിട്ടുള്ള നാട്ടുകാരും ഒപ്പം മറ്റ് ബന്ധുക്കളായിട്ടുള്ളവരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതീവ ദുഃഖാവസ്ഥയിലാണ് ഇവരെല്ലാം തന്നെ ഇപ്പോൾ ആയിരിക്കുന്നത്. നമുക്ക് ബന്ധുക്കൾ ഉൾപ്പെടെ ഉള്ളവരടുത്ത് ചോദിക്കുമ്പോൾ അറിയാൻ കഴിയുന്നതും അത്തരത്തിലുള്ള കാര്യം തന്നെയാണ്. ഈ വീട്ടിലേക്ക് ഇപ്പോൾ അവരുടെ ഷമീറിന്റെ ഒരു ബന്ധു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ വിവരം എപ്പോഴാണ് വീട്ടിലേക്ക് അറിയിച്ചത്? ഇവിടെ എൻ്റെ സ്ഥലം ഓയിലാണ്. ഷമീറിന്റെ ബാപ്പാടെ സഹോദരിയുടെ മോനാണ് സ്ഥലം. എൻ്റെ സ്ഥലം ഓയിലാണ്. എന്നെ ഒരു 11:30 വിളിച്ചു പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ. കാര്യം അന്നേരം പറഞ്ഞില്ല. ഫോണിൽ കൂടെ വിളിച്ചിങ്ങനെ ചോദിച്ചു എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞ് എത്രയും പെട്ടെന്ന് എത്തണം. ഒരാൾ മരിച്ചിരിക്കുന്നു. 2 മക്കളോട് ഉണ്ട്, ഒരു പയ്യനും കൊണ്ടുണ്ട്. അന്നേരം ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ തീ പിടിച്ച് ഷമീർ മരിച്ചിരിക്കും എത്രയും പെട്ടെന്ന്. അങ്ങനെ അവിടെ നിന്ന് തന്നെ ഞാൻ എത്രയും പെട്ടെന്ന് വണ്ടിയായിട്ട് 1 മണിക്കൂർ ഒയ്യൂറും ഈ സ്ഥലം 1 മണിക്കൂർ ഓട്ടോ ഉണ്ട്. അങ്ങനെ ഇവിടെ എത്തി പുള്ളിയെ കണ്ടു. കാര്യങ്ങൾ എങ്ങനെയാണ് കുടുംബത്തിന്റെ അവസ്ഥ? എപ്പോഴാണ് ഷമീർ അവസാനമായിട്ട് ഇവിടെ വന്നത്? ഇവിടെ വന്നിട്ട് പോയിട്ട് 9 മാസമാവുന്നു. വന്നിട്ട് പോയിട്ട് കല്യാണം കഴിഞ്ഞ് പോയി 2 കൊല്ലം കഴിഞ്ഞ് വന്നു. ഇപ്പോൾ വന്നിട്ട് പോയിട്ട് 9 മാസമായി. വരാനാണ്ടാ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. വൈഫിനെ ഇന്നലെയോ മിനിഞ്ഞാന്ന് വിളിച്ചിട്ട് വൈഫ് പറഞ്ഞെന്ന് പറയുന്നു വരണമെന്നാണ്ട് പറഞ്ഞെന്ന് പറയുന്നു. വരാന്നാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോലിയായിരുന്നു അവിടെ ഡ്രൈവറാണ്, കമ്പനിയുടെ ഡ്രൈവറായിട്ട്, വലിയ വണ്ടിയിലെ ഡ്രൈവറാണ്. എങ്ങനെ ഇവരുടെ ഒരു കുടുംബത്തിന്റെ ഒരു സാമ്പത്തിക അവസ്ഥയും സാമ്പത്തികമായിട്ട് വളരെ പുള്ളി ഈ കോണ്ടാക്ട് കൊച്ചു വർക്കുകളൊക്കെ എടുത്ത് പണി ചെയ്ത് ജീവിച്ചു പോവുക. പിന്നെ ഷമീറിന്റെ വരുമാനം കൊണ്ടൊക്കെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ വരുമാനമോ കാര്യങ്ങളോ ഒന്നുമില്ല. വാപ്പയും ഉമ്മയും ഒക്കെ കൂടെ ഉണ്ട്? വാപ്പയും ഉമ്മയും വൈഫും ഒരു സഹോദരനും കൂടെ ഇവിടെ ഉണ്ട്. ഇതിപ്പോ കമ്പനിയിൽ നിന്നാണോ വിളിച്ചറിയിച്ചത്? അതെ, ഔദ്യോഗികമല്ല. കമ്പനിയിൽ നിന്നല്ല. അവിടെ ഉള്ള സുഹൃത്ത് വഴി ഇവിടെ അടുത്തൊരു പയ്യൻ, ഈ കൂട്ടത്തിൽ തന്നെ ഇവിടെ 1 കിലോമീറ്റർ അപ്പുറമുള്ളൊരു പയ്യൻ ഈ കൂട്ടത്തിൽ ചാടിയിട്ടുണ്ട്. ഈ തീ പിടിച്ച സമയത്ത് കെട്ടിടത്തിന് പുള്ളിയുടെ വീട്ട് അറിയിച്ച വഴിക്ക് അവിടെ നിന്ന് ഇവിടെ വിളിച്ചു പറഞ്ഞത്. അല്ലാതെ ഔദ്യോഗികമായി നമ്മളെ കമ്പനിയിൽ നിന്നോ എംബസിയിൽ നിന്നോ ഇതുവരെ അറിയിച്ചിട്ടില്ല. നമ്മൾ എംബസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അന്നേരം ഔദ്യോഗികമായ ഇതൊരു സ്വാഭാവിക മരണമായിരുന്നെങ്കിൽ 3 ദിവസത്തിനകം ബോഡി എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാമായിരുന്നു. അവിടെ ഉള്ളവരും അവരങ്ങനെ. അന്നേരം ഇത്രയും പേരും 10-21 പേരോളം നമ്മൾ ഇപ്പോൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരാഴ്ചയെങ്കിലും എടുക്കും. ഇതിൻ്റെ പ്രൊസീജിയറെല്ലാം വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നമ്മളെയൊന്നും അറിയിച്ചിട്ടില്ല. പിന്നെ പോലീസിൻ്റെ ഇവർ ആദ്യം താമസിച്ചിരുന്ന ഓയിലാണ്. ഇവിടെ വന്നിട്ട് 10 വർഷമായി. അങ്ങനെ ചൂരനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഇതിൽ വന്നായിരുന്നു. ഇവിടെ ഒന്നെല്ലാം റിപ്പോർട്ടൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഷമീറിന്റെ അടുത്ത ബന്ധുവാണ് ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ സംസാരിച്ചത്. അതീവ ദുഃഖാവസ്ഥയിലാണ് കുടുംബമായിരിക്കുന്നത്. എന്റെ പിന്നിൽ കാണുന്നതാണ് അവരുടെ വീടെന്ന് പറയുന്നത്. അവിടെ ആളുകളെല്ലാം ബന്ധുക്കളും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് അവിടെ വീടിനുള്ളിൽ ആയിരിക്കുന്നത്. മറ്റെല്ലാവരും തന്നെ ഇതുപോലെ പുറത്തു വന്ന് ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഒപ്പം പങ്കുചേരുകയാണ് ചെയ്യുന്നത്. ലിജോ റോളൻസാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.